സമ്മർ ആയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇറ്റലിക്ക് വരുന്നത് ഇറ്റലിയുടെ ബ്യൂട്ടിഫുൾ ബീച്ചസ് കാണാനാണ്. മെയിനായിട്ട് സൊറന്തോ, അമാൽഫി, കാപ്രിയൊക്കെ. അപ്പം ഞങ്ങളും ഈ വട്ടത്തെ സമ്മർ ട്രിപ്പ് അങ്ങോട്ടാക്കാമെന്ന് വിചാരിച്ചു. നേപ്പിൾസ് വഴിയാണ് പോകേണ്ടത്. ഞങ്ങൾക്ക് ഇവിടുന്ന് 9 മണിക്കൂറുണ്ട് നേപ്പിൾസിലേക്ക്. ബസ് അത്യാവശ്യം നല്ല ബസ്സാണ്. ഞങ്ങൾക്ക് അപ്പർ സൈഡിലാണ് സീറ്റ് കിട്ടിയത്. ട്രെയിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ബസ്സിനാണ് ഫെയർ കുറവ്. അതാണ് ബസ് എടുത്തത്. ഈ ബസ്സിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ടോയ്ലറ്റിലൊക്കെ പോകണമെങ്കിൽ ബസ്സിനകത്ത് തന്നെ ടോയ്ലറ്റ് സൗകര്യമുണ്ട്. അതുപോലെ തന്നെ സ്നാക്സ് അല്ലെങ്കിൽ ഡ്രിങ്ക്സ് ഒക്കെ എടുക്കാനുള്ള സൗകര്യമുണ്ട്. ആൾ നല്ല ഉറക്കമാണ്. ഞങ്ങൾ ഏറെക്കുറെ എത്തി നേപ്പിൾസ്. ഞങ്ങൾ അവസാനം നേപ്പിൾസ് എത്തി, ലഗേജൊക്കെ എടുത്തു. ഇനി ട്രെയിൻ പിടിച്ചുകൊണ്ട് ഇവിടുന്ന് പോകാൻ. നേപ്പിൾസിൽ വന്നിട്ടുള്ള ഞങ്ങളുടെ ഫസ്റ്റ് കാപ്പച്ചിനോ ആണ്. അതും ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ ഒരു കഫേ ഷോപ്പിൽ നിന്നാണ് ഞങ്ങൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. സോല്യത്തെല്ല എന്ന് പറയും. അത് നേപ്പിൾസിലെ ഒരു ഫേമസ് സ്വീറ്റാണ്. ഇറ്റലിയിലെ എല്ലാ ഭാഗത്തുണ്ടെങ്കിലും അതിൻ്റെ ഒറിജിൻ നേപ്പിൾസിലാണ്. അത് ലോകത്തിലെ ഏറ്റവും വലിയ സോല്യത്തെല്ല ഉണ്ടാക്കിയിട്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കിട്ടിയ ഒരു കഫേയിലാണ് ഞങ്ങളുള്ളത്. ഇതാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയതിൻ്റെ സർട്ടിഫിക്കറ്റ്. ഈ കാണുന്ന സാധനമാണ് സോല്യത്തെല്ല. അത് വേൾഡിലെ ഏറ്റവും വലിയ സോല്യത്തെല്ല ഉണ്ടാക്കിയതിനാണ് ഇവർക്ക് അവാർഡ് കിട്ടിയത്. ഇതാണ് സോല്യത്തെല്ല എന്ന് പറയുന്നത്. നോർമലി ഇതിൻ്റെ ക്ലാസിക് ഷേപ്പ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് കിട്ടും. പക്ഷേ ഇവരിതിൻ്റെ വേറെ വെറൈറ്റി രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഫില്ലിങ്സ് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. പിസ്താക്ക ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, ക്രീംസ് ഉണ്ട്. സോ നമുക്ക് നോക്കിയിട്ട് കഴിക്കാം. ഇവിടെ അതുകൂടാതെ ഒത്തിരി സ്വീറ്റ്സ് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഫേമസ് സോല്യത്തെല്ല. നമ്മുടെ നാട്ടിലെ ഒരു പപ്സൊക്കെ പോലെയാണ്, പക്ഷെ കുറച്ചുകൂടെ ക്രഞ്ചിയാണ്. ഉള്ളിൽ സ്വീറ്റ് ആയിരിക്കും. ഒരാളിവിടെ കൊതിച്ചിരിക്കുന്നുണ്ട്, നമുക്ക് ആൾക്ക് കൊണ്ടു കൊടുക്കാം. നേപ്പിൾസിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോഴേ ഞാൻ വിചാരിച്ചാണ് ഈ ഒരു സാധനം ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത് നല്ല ക്രഞ്ചിയാണ് കേട്ടോ. നല്ല ക്രഞ്ചി അല്ലേ? അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? 1987 മുതൽ ഈ കഫറ്റേരിയ ഇവിടെ ഉണ്ട്. ഈ കാണുന്നതാണ് നേപ്പിൾസ് റെയിൽവേ സ്റ്റേഷൻ. അവിടുന്ന് ഒരു 50 മീറ്റർ 100 മീറ്റർ മാറിയിട്ടാണ് ഈ കഫറ്റേരിയ ഉള്ളത്. നേപ്പിൾസ് വരുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ്. ഇതാണ് നേപ്പിൾസിലെ റെയിൽവേ സ്റ്റേഷൻ. ഇനി ഇവിടുന്ന് ട്രെയിൻ പിടിച്ചു വേണം സൊറന്തോയ്ക്കും അമാൽഫിക്കൊക്കെ പോകാൻ. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.